എല്ലാവർക്കും നമസ്കാരം. ഞാൻ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലാണുള്ളത്. സ്റ്റാൻഡിൻ്റെ അവസ്ഥ പരിശോധിക്കാൻ വേണ്ടി വന്നത് തന്നെയാണ്. നമ്മൾ ഇതിനുവേണ്ടി ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ മുടക്കിയപ്പം ആദ്യം റിക്വസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡിൽ നിന്നും വെള്ളം ഒഴുകി പോകാനായിട്ട് ഞാൻ തോട് കാണിച്ചു തരാം. ഈ തോടൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കണമെന്നായിരുന്നു ആദ്യത്തെ ഒരു റിക്വസ്റ്റ്. അത് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ ഈ അവസ്ഥ. സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് വെള്ളമൊന്നും കെട്ടിക്കിടക്കുന്നില്ല. പക്ഷേ വെള്ളം പോകേണ്ട ഇടം ക്ലീൻ ആക്കിയില്ലെങ്കിൽ പിന്നെ വെള്ളം എവിടെ പോകും? കാണിച്ചു തരാം. വേണ്ട, ഇവിടെ ഒരു ചെറിയൊരു വെള്ളത്തിന് പോകാനൊരു വഴി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇത് ആ ഭാഗം കൺസ്ട്രക്ഷൻ അവർ തീർത്തിട്ടില്ല. അവിടെ നിന്ന് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട്. എന്താ, ഇനി ആ തോട് കാണിച്ചു തരാം. തോടിൻ്റെ അവസ്ഥ കണ്ട, ഇതെന്താ, ഫുള്ള് വേസ്റ്റും എല്ലാം വന്ന് ഇതാ ഒരു മൂവ്മെൻറ്റും ഇല്ലാണ്ട് കിടക്കാണ്. പിന്നെ എങ്ങനെയാണ് സ്റ്റാൻഡിൽ നിന്നും വെള്ളം ഇറങ്ങിപ്പോവുക? കോർപ്പറേഷൻ എന്ത് ശുചീകരണ പ്രവർത്തികളാണ് മഴക്കാലത്തിന് മുമ്പ് നടത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാകുന്നില്ല. ഈ സ്റ്റാൻഡിന് വേണ്ടി തുക അനുവദിച്ച എറണാകുളം MLAയും കൂടി ഇതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. എൻ്റെ അറിവിൽ അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഏകദേശം 77 ലക്ഷം കണ്ടും കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയധികം കാശ് ചെലവാക്കി നമ്മുടെ പൊതുജനത്തിൻ്റെ ടാക്സ് പേയിങ് മണിയിൽ നിന്നും ഇത്രയും ചിലവാക്കുമ്പോൾ പൊതുജനത്തിന് എന്തെങ്കിലും ഉപകാരം വേണ്ടേ? പലരും ബസ്സിലോട്ട് കയറാൻ ഇറങ്ങുമ്പം ഈ ചെളിവെള്ളത്തിൽ ചവിട്ടി വേണം കയറാനായിട്ട്. ഏതായാലും വീണ്ടും പരാതികൾ കൊടുത്തു നോക്കാം. പുതിയ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ എത്ര പെട്ടെന്ന് ഇതെല്ലാം കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നന്ദി.